ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലുലു മോളിലും ശംഖുമുഖം ബീച്ച് വരെ ഒന്ന് പോകുമായിരുന്നു. ഞങ്ങൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു, വേറൊരു പണിയുമില്ലായിരുന്നു. സോ അതുകൊണ്ട് ലുലു മോളിലും ശംഖുമുഖം ബീച്ച് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇപ്പം വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ ആയിരുന്നു ഇവിടോട്ട് പോകാനായിട്ട് പോയത്. അപ്പം രാവിലെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഉറക്കക്ഷീണമുള്ള കാരണം ഞാനാണെങ്കിൽ രാവിലെ ഇൻട്രോ എടുക്കാനും മറന്നുപോയി. അത് കാരണമാണ് കേട്ടോ ഇപ്പം വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നല്ല ഹോട്ടലൊക്കെ തപ്പി പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് നല്ല സ്ഥലമൊക്കെ കാണുമ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തു ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ചുമ്മാ നമ്മളിപ്പോൾ ഒത്തിരി കാലമായി വീഡിയോ ഇട്ടിട്ട്, അത് കാരണം കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ജടായുപ്പാറ കണ്ട്, അപ്പം ഞാൻ ഒരു വീഡിയോ എടുത്താണ്. അതിങ്ങനെ അത് കാരണം കേട്ടോ, ഇൻട്രോ എടുക്കാൻ മറന്നുപോയ കാരണമാണ് ഇൻട്രോ എടുക്കാനിത്. അതാണിപ്പം വോയിസ് ഓവറായിട്ട് കൊടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഇൻട്രോ എടുത്തേനെ. പിന്നെ നമ്മളിപ്പം ജടായുപ്പാറ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ജടായുപ്പാറ. നമ്മൾ നേരത്തെ പോയിട്ടുള്ള കാരണം പിന്നെ ഇങ്ങോട്ട് പോയില്ല. നേരത്തെ ഞങ്ങൾ ഒരു ദിവസം പോയായിരുന്നു, അത് കാരണം പിന്നെ ഇങ്ങോട്ടേക്ക് പോയില്ല. നേരെ ലുലു മോളിലോട്ടും പിന്നെ ശംഖുമുഖം ബീച്ചിലോട്ടും അങ്ങ് പോയി. പിന്നെ ഞങ്ങളിങ്ങനെ ആദ്യം ശംഖുമുഖം ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ലുലു മോളിൻ്റെ വാതിക്കൽ കൂടെ ആയിരുന്നു ശംഖുമുഖം ബീച്ചിൽ പോകുന്നത്. അപ്പോൾ ആദ്യം ശംഖുമുഖം ബീച്ചിൽ പോയിട്ട് പിന്നെ ലുലു മോളിൽ കയറാനാണ് കേട്ടോ വിചാരിച്ചത്. അങ്ങനെ നമ്മളിപ്പം ലുലു മോളിൽ ഫ്രണ്ടിൽ കൂടെ പോയിട്ട് നമ്മൾ ശംഖുമുഖം ബീച്ചിലൊക്കെ പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ലുലു മോളിൻ്റെ ഫ്രണ്ട് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും എനിക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല കാരണം. അപ്പോൾ അങ്ങനെ നമ്മൾ ശംഖുമുഖം ബീച്ചിലെത്തി. കണ്ടോ, നല്ല രസമില്ലേ? ഈ ഭയങ്കര തിരയായിരുന്നു കേട്ടോ. അത് കാരണം ഞങ്ങൾ അധികം വെള്ളത്തിലോട്ട് ഇറങ്ങിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മമ്മിക്കും പപ്പായ്ക്കും ഒക്കെ പേടിയായിരുന്നു ഞങ്ങൾ ഇറങ്ങിയാലേ വല്ല ഒത്തിരി തിര കാരണമേ, അത് കാരണം വിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലുലു മോളിൽ വന്നപ്പോൾ റൂത്തുട്ടനൊക്കെ എൻ്റെ അനിയത്തിയൊക്കെ ഇങ്ങനെ കാറൊക്കെ ഇരിക്കുമായിരുന്നു. കണ്ടോ, അവളാണെങ്കിൽ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. നല്ല രസമില്ലേ? ഹലോ കിറ്റിയുടെ കാറയൊക്കെ അവൾ കയറി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മറ്റേ പാവ എടുക്കുന്നൊരു ഗെയിമില്ലേ, അത് ഒത്തിരി പ്രാവശ്യം ഞാൻ കളിച്ചു, പക്ഷേ എനിക്ക് ഒരു പാവ പോലും കിട്ടിയില്ല. നേരത്തെ കളിച്ചപ്പോൾ എനിക്ക് കിട്ടിയായിരുന്നു പാവ, പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വന്ന് കളിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഒരു പാവ പോലും കിട്ടിയില്ല ഗൈസ്. എന്ത് പറയാൻ, ഈ പ്രാവശ്യം എനിക്ക് ലക്കില്ലായിരുന്നു. അതിന് വരെ ചോക്ലേറ്റ്സ് കിട്ടി കേട്ടോ, പക്ഷേ പാവ ഇങ്ങോട്ട് കിട്ടുന്നില്ല. അങ്ങനെ അതൊരു ചെറിയ വിഷമമായി, അല്ലാതെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇവിടെ എൻ്റെ അനിയത്തിയുടെ ഇതുവരെ അവൾ കളിച്ച് കയറുന്നില്ല കേട്ടോ, അവൾ കളിച്ചുകൊണ്ടേ ഇരിക്കുകയല്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുമായിരുന്നു റൂത്തുട്ടിനോട് ഇങ്ങോട്ടൊന്ന് നോക്കാൻ, വീഡിയോ എടുക്കുന്നത്. അതിപ്പോൾ ചിരിച്ച് കാണിച്ചാട്ടോ, അത് ഇങ്ങോട്ട് നോക്കി ഇത് ചെയ്യുന്നേ, വണ്ടി ഓടിക്കുന്ന കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയും ഇങ്ങോട്ടൊന്ന് നോക്കാമോ, എന്നപ്പോൾ നോക്കുന്ന കേട്ടോ, അല്ലാതൊന്നുമല്ല. പിന്നെ അവൾക്ക് ആദ്യം ഇത് തുടങ്ങിയപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, ഈ വണ്ടിയൊക്കെ അറിയുന്നത്. അപ്പം ഇതിങ്ങനെ കുലുങ്ങുമെന്ന് അവൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം പെട്ടെന്ന് വിളിയപ്പം അവളും ഞാനെല്ലാം ഒന്ന് പേടിച്ചു പോയി. പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ ഇത് കണ്ടോ, വേറൊരു ഗെയിം കളിക്കാനായിട്ട് കയറി. ഇതൊരു ഒരു ഡക്കിൻ്റെ പടമുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. ഏതാണ്ട് ഒരു നമുക്ക് ഇങ്ങനെ ഗെയിം കളിക്കുന്നതായിരുന്നു. അപ്പോൾ അവൾ ഇത് കിഡ്സ് സോണിലാണ് കേട്ടോ അവൾക്ക് പറ്റിയതെല്ലാം കളിക്കാനായിട്ടുള്ളത്. അവൾക്ക് ഇങ്ങനത്തെയൊക്കെ ഉള്ളതൊക്കെ അറിയാൻ മതി, കുഞ്ഞു വയസ്സല്ലേ. അപ്പോൾ അത് കാരണം അവൾ ഇങ്ങനത്തെ ഉള്ളതൊക്കെ ഓടിക്കായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പറയുമോ ഇങ്ങോട്ട് നോക്കാൻ, അപ്പോൾ അവൾ ഇങ്ങോട്ട് നോക്കി ചിരിച്ചുകൊണ്ട് ചെയ്യുമായിരുന്നു. അതിനിടയ്ക്ക് കണ്ടോ ഒരു കുഞ്ഞ് ഡക്ക് വിട്ടുണ്ട് കേട്ടോ, രസമില്ലേ കാണാനായിട്ട്. ആളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം ഞാൻ പിന്നെ അധികം ശല്യപ്പെടുത്താൻ പോയില്ല, പാവം കളിച്ചോട്ടെ. ഇങ്ങനെ വരുമ്പോൾ നല്ല രസമല്ലേ. ഇവൾ ഈ കളി കിഡ്സ് സോണിൽ 3 ഗെയിംസേ കളിച്ചുള്ളൂ കേട്ടോ. അവൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒത്തിരി ഗെയിംസ് കളിച്ചായിരുന്നു. അങ്ങനെ പിന്നെ അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോൺസെൻട്രേഷൻ കളയണ്ട കേട്ടോ, അവളെന്തായാലും കളിക്കട്ടെ. പിന്നെ വേറൊരു ഗെയിം ഉണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത്
കിഡ്സ് സോണിലല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഞാനും ഋതുവിനും ഒരുമിച്ച് കളിച്ചായിരുന്നു. അപ്പോൾ അത് കാരണം എൻ്റെ ഫോണ് ഇല്ലായിരുന്നു. ഞങ്ങൾ രണ്ടും ഞാൻ ആക്സിലേറ്റർ ചവിട്ടും, അവൾ ഡ്രൈവ് ചെയ്യും, അങ്ങനെയായിരുന്നു. അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവൾ വേറൊരു ഇതിൽ കയറി കേട്ടോ, ജീപ്പിൽ. അതാണ് ഇത്. അന്നേരം അവൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് വീഡിയോ എടുക്കുന്നു. എനിക്ക് പിന്നെ വേറെ പണിയില്ലല്ലോ. ഇവൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ ചുമ്മാ പോസ്റ്റ് അടിച്ചേക്കുക. അത് കാരണം ഞാൻ വീഡിയോ എടുത്താട്ടോ. പിന്നെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇവിടെ. നല്ല രസമല്ലേ ജീപ്പ്, നല്ല ഫ്ലൂറസൻറ്റ് കളറല്ലേ. കണ്ടോ നമ്മുടെ റൂത്തിട്ട് ഇരുന്ന് കളിക്കുന്നത്. അവൾക്ക് ഇങ്ങനത്തെ അധികവും ഇങ്ങനെ ജീപ്പ്, കാറ്, അങ്ങനത്തെ ഇങ്ങനത്തെ ഗെയിംസിനോടൊക്കെ ഇഷ്ടം. കാറിൻ്റെ ഗെയിമൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അങ്ങനെ ഇപ്പം അത് തീരാറായി കേട്ടോ, ഗെയിം തീരാറായി. അവൾ ഇങ്ങനെ കളിച്ചിരിക്കുകയായിരുന്നു. അവൾക്ക് ഒരു ഗെയിം കളിച്ച് കഴിയുമ്പോൾ വേറെ ഗെയിം കളിക്കും, അങ്ങനെയായിരുന്നു. നല്ല രസമായിരുന്നു പദ്ധതി. പക്ഷേ അവൾ 3 ഗെയിമേ കിഡ്സ് സോണിലാകപ്പാടെ കളിച്ചുള്ളൂ. അവൾക്ക് ഞാൻ വേറെ വല്ലതും കളിക്കണമെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു വേണ്ട പറഞ്ഞു. പിന്നെ ഞങ്ങൾ പാവ എടുക്കുന്നതിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കുന്നവും കിട്ടിയില്ല ഗൈസ്. ഇത് പറയാൻ എനിക്ക് ഈ പ്രാവശ്യം ലക്ക് കുറവായിരുന്നു തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് 3 പാവ കിട്ടി. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഒന്നും കിട്ടിയില്ല. ചോക്ലേറ്റ്സ് മാത്രമേ കിട്ടിയുള്ളൂ. എന്ത് പറയാൻ പറ. നിങ്ങൾ വിചാരിക്കും പിന്നെയും ഇതിൽ പറയുന്നതെന്ന്. സങ്കടം കൊണ്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ റൂത്തൂസ് ഇവിടെ ഭയങ്കര കോൺസെൻട്രേഷനോടെ കളിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. അയ്യോ, റൂത്തൂസ് ഭയങ്കര ഗെയിം കളിയാണ്. അവൾക്കിങ്ങനെ ഫോണിനകത്താണ് ഇങ്ങനെ കാർ റേസിങ്ങിൻ്റെ ഗെയിമൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പം നേരിട്ട് കണ്ടാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭയങ്കര ക്രേസ് അവൾക്കിങ്ങനെ ഇങ്ങനത്തെ കാർ റേസ് ചെയ്യുന്ന ഗെയിമൊക്കെ ഇല്ലേ, ഇതൊക്കെ കളിക്കാനായിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനും പോയി ശല്യപ്പെടുത്തും. പിന്നെ ചേച്ചിമാരുടെ ഒക്കെ ഒരു ഇതല്ലേ അനിയത്തിമാരെ ശല്യപ്പെടുത്തുക, ഇതൊക്കെ ഒരു ഹോബിയല്ലേ. അത് കാരണം ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ശല്യപ്പെടുത്തും. അതൊക്കെയാണ് ഗൈസ് രസം. പിന്നെ അതിപ്പോൾ ഈ കളി തീർന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കളിച്ചൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ കളിക്കുകയും ഫോൺ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം മമ്മിയും പപ്പയും മമ്മിയും പപ്പയൊക്കെ ചോറാണ് മേടിച്ചത്. ഞങ്ങൾ പിന്നെ ഋതുവിനും ഞാനും KFC ആട്ടോ മേടിച്ചത്. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് എടുത്താണ് വീഡിയോ. കണ്ടോ, നമ്മൾ KFC കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ലുലു മോളിൽ നിന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ സാധനമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ സാധനം മേടിച്ചു. പിന്നെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് അവിടെ ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ മേടിച്ചു, സ്റ്റോള് പോലെ. അവിടെ നിന്ന് ഞങ്ങൾ മേടിച്ചു. അങ്ങനെ ഒത്തിരി ഒന്നും മേടിച്ചില്ല കേട്ടോ, കുറച്ച് ചുമ്മാ നമ്മളെന്തായാലും പോകുമ്പോൾ മേടിക്കണമല്ലോ, അങ്ങനെ മേടിച്ചു. അങ്ങനെ ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ചു അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരു കടയിൽ കയറി കാപ്പിയൊക്കെ കുടിച്ചായിരുന്നു. പക്ഷേ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് നല്ല ക്ഷീണമായിരുന്നു. അത് കാരണം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.